സസ്പെൻഷൻ നടപടി വകവയ്ക്കാതെ മുൻ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ കേരള സർവകലാശാലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹവുമുണ്ട്. അഖിലിലേക്ക് പോകുന്നു. അഖിൽ, തുടക്കത്തിൽ അഖിലിന് കാണാൻ കഴിഞ്ഞത് വിസിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അവിടെ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കാത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരെ തന്നെയാണോ? കാരണം വിസി കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നല്ലോ, രജിസ്ട്രാറുടെ മുറിയിലേക്ക് ആരെയും അനധികൃതമായി കടത്തിവിടരുത് എന്ന് പറയുന്നത്. ആ ഉത്തരവ് രജിസ്ട്രാർ സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ ചുമതലകൾ അവിടെ നിർവഹിക്കാനില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെയും കടത്തിവിടരുത് എന്ന് പറയുമ്പോൾ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിനെയും കടത്തിവിടരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നില്ലേ? എന്ന് മാത്രമല്ല, പകരം ചുമതല മറ്റൊരു വ്യക്തിക്ക് നൽകി കഴിയുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് അവർ അവിടെ നിസ്സഹായരായി നിൽക്കുന്നത്? ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് ഈ പ്രധാന കവാടത്തിൻ്റെ മുഴുവൻ സുരക്ഷാ ചുമതലയും എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിലാണ്. ഈ കവാടത്തിന് അകത്തേക്കാണ് ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ള ഈ രജിസ്ട്രാർ അകത്തേക്ക് പോയിരിക്കുന്നത്. അവിടെ ആണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്കാണ് അദ്ദേഹം പോയത്. അദ്ദേഹം വന്നത് തന്നെ സർവകലാശാലയുടെ ബോർഡ് വെച്ച കാറിലാണ്. രജിസ്ട്രാർ കേരള സർവകലാശാല എന്ന എഴുതിയ ബോർഡ് വെച്ച വാഹനത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് ഇറങ്ങി വരുന്നത്. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ചില സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടി തന്നെയാണ് അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കി അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്കും കൊണ്ടുപോയിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യമുള്ളത്. കാരണം ഈ ഒരാളും അനധികൃതമായി ഒരാൾ പോലും ഈ രജിസ്ട്രാറുടെ റൂമിലേക്ക് പ്രവേശിക്കരുത് എന്ന വിസിയുടെ ഉത്തരവിനെ അത് കാറ്റിൽ പറത്തി തന്നെയാണ് സസ്പെൻഷൻ നടപടികൾ നേരിടുന്ന അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടിക്രമങ്ങളിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ആ ഉത്തരവിനെ മറികടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പകരം ഒരാൾക്ക് ചുമതലയും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അനിൽകുമാർ ഇവിടേക്ക് എത്തിയതും അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ കസേരയിലേക്ക് തൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലേക്ക് വേണ്ടി കൂടി എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹത്തിന് രജിസ്ട്രാറുടെ കസേരയിൽ അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു. എന്തായാലും അവിടെ അദ്ദേഹം ആ റൂമിൽ ഇരുന്നു കൊണ്ടായിരിക്കും രജിസ്ട്രാറിൻ്റെ ഔദ്യോഗികമായ കൃത്യങ്ങൾ നിർവഹിക്കുക. പക്ഷേ അങ്ങനെ കൃത്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം തന്നെയാണ് വൈസ് ചാൻസലർ നൽകിയത്. അതിൽ പ്രധാനമായും വൈസ് ചാൻസലർ ചൂണ്ടിക്കാട്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും സർവകലാശാലയുടെ ഫയലുകളൊന്നും തന്നെ രജിസ്ട്രാറെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ഉത്തരവാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനെ ഓവർകൂൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സിൻഡിക്കേറ്റ് ആകട്ടെ അതിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ഫയല് പേപ്പർ ചാനൽ എന്ന നിലക്ക് രജിസ്ട്രാറെ കാണിക്കാതെ, അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫയലായാൽ പോലും അത് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുടെ ഫയലുകളായാലും അത് ഒന്നും തന്നെ രജിസ്ട്രാറെ കാണിക്കാതെ മുകളിലേക്ക് പോകരുത് എന്ന ഇടപെടുകയാണ്. അഖിൽ, ദയവായി തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനായി അതിഥികൾ കൂടി ചേരുന്നുണ്ട്. RS ഗോപകുമാർ ചേരുന്നു നമ്മളോടൊപ്പം. തിരികെ എത്താം, ഒരു നിമിഷം. RS ശശികുമാർ ചേരുന്നു നമ്മളോടൊപ്പം, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പ്രതിനിധി. ശ്രീ RS ശശികുമാർ, ഇവിടെ വിസിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണല്ലോ സസ്പെൻഷൻ നേരിടുന്ന ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രജിസ്ട്രാറുടെ മുറിയിൽ അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ മുറിക്ക് പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ നിസ്സഹായരായി നിൽക്കുകയാണ്. വിസി പറഞ്ഞത് ആരാണ് രജിസ്ട്രാറുടെ മുറിയിൽ അനധികൃതമായി കടക്കുന്നത് അവരെ തടയുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പകരം ചുമതല മിനി കാപ്പന് നൽകിയും കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും? അല്ല, ഡോക്ടർ കെ.എസ്. അനിൽകുമാറിനെ AKG സെന്ററിലെ കുറെ സഹാക്കൾ ഒന്നിച്ചു വളഞ്ഞിരുന്നു സസ്പെൻഷൻ പിൻവലിക്കുകയും രജിസ്ട്രാറായി തുടരാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് അവസാനത്തെ വാക്ക്. കാരണം ഇപ്പൊ കേരള സർവകലാശാലയുടെ ഭരണം ഗോവിന്ദൻ, നമ്മുടെ CPM സെക്രട്ടറി ഗോവിന്ദൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇവിടെ വിദ്യാർത്ഥികളെ ഏറ്റിറക്കി ഇവിടെ യൂണിവേഴ്സിറ്റി മുഴുവനും അടിച്ച് നാശപ്പെടുത്തിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഗോവിന്ദനാണ്. അപ്പോൾ ഇപ്പൊ ഗോവിന്ദൻ ഡിഫാക്ടോ വൈസ് ചാൻസലറായി നിൽക്കുമ്പോൾ ഗോവിന്ദന്റെ ഉത്തരവനുസരിച്ചായിരിക്കാം ചിലപ്പോഴല്ല ഉറപ്പായിട്ടും അനിൽകുമാർ ഇന്ന് ഓഫീസിൽ ഹാജരായത്. സസ്പെൻഡ് ചെയ്ത ഒരാൾ കയറുന്ന അനധികൃതമാണ്.
വൈസ് ചാൻസലർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അനധികൃതമായി ആരും ക്യാമ്പസിൽ കയറാൻ പാടില്ല, അതുപോലെ റൂമിൽ ഓക്കുപൈ ചെയ്യാൻ പാടില്ല. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ അവരെല്ലാം ദുർവൽക്കരിച്ചുകൊണ്ട് ഒരാൾ കടന്നു കയറി കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ വിഷയമാണ്. അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടത്. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കില്ല. ഗവൺമെന്റ് പോലീസാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും അരാജകത്വം ഉണ്ടായ നാളുണ്ടായിട്ടുണ്ടോ? കേരളത്തിന്റെ മാതൃ സർവകലാശാല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല, ഇവിടെ കോളേജ് അഡ്മിഷൻ നടക്കുന്ന അവസരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം മാറി നിന്ന് അന്വേഷണം നേടാൻ തയ്യാറാകണം. അതല്ലേ മുൻകാലങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് പകരം ഇവർ 5-6 പേര് AK സെന്ററിലോ അത് മറ്റെവിടെയെങ്കിലും വളഞ്ഞിരുന്നതിന് ശേഷം ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളം വെള്ളരിക്കപ്പെടണമെന്നല്ല. CPM ഭരിച്ചാലും ശരി, ഇതിനു മുമ്പിരുന്ന എത്രയോ സിൻഡിക്കേറ്റുകൾ പ്രഗത്ഭന്മാരായ CPM-കാർ വരെ പറ്റിയിട്ടുണ്ടല്ലോ. CPM-കാർക്ക് മെജോറിറ്റി ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്നല്ലേ ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവിടെ നിയമപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. വൈസ് ചാൻസലർ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവ് അന്തിമമാണ്. അല്ലെങ്കിൽ തന്നെ കോടതി ചോദ്യം ചെയ്യണം. കോടതിയിൽ പോലും ചെന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേ ഉത്തരവ് എടുത്ത് പുറത്ത് കാലുവഴി ചേർക്കുമ്പോൾ കണ്ടെത്തിയ ഒരു മാർഗമാണ് ബലം പ്രയോഗിച്ച് കയറുക. അതിന് ഗവൺമെന്റിന്റെ ഉത്തരവാണ് അംഗീകരിക്കുന്നെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ കൂടുതലായിരിക്കുന്ന കാര്യം സംശയമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ഒരു അനാർക്കി കേരളത്തിൽ ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്. രക്ഷകർത്താക്കളുടെ വെല്ലുവിളിയാണ്. ഈ കഴിഞ്ഞ തവണ തന്നെ 40% സീറ്റുകൾ ഒഴിഞ്ഞിടക്കുന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന മാസം 50% കൂടുതൽ സീറ്റുകൾ ഈ വർഷം ഒഴിഞ്ഞിടക്കുന്ന യാതൊരു സംശയം വേണ്ട. ഇന്ന് വൈസ് ചാൻസലർ എന്ത് ചെയ്തു? മിനി കാപ്പന് രജിസ്ട്രാർ ചുമതല ഉത്തരവിറക്കി. ആ ലിങ്ക് കട്ട് ചെയ്യുക. അയാൾക്കുള്ള ഫയൽസ് ലിങ്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോലീസിനെ കൊണ്ട് അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അടിയന്തരമായി വൈസ് ചാൻസലർ ഗവർണർക്ക് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണം സെൻട്രൽ ഫോഴ്സിനെ ഏൽപ്പിക്കണം. ഇവിടെയുള്ള പോലീസുകാരുടെ നമ്മുടെ ഗവൺമെന്റ് പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമാധാനപൂർവ്വമായി വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്നലെ തന്നെ കുട്ടികൾ പരീക്ഷാ വിഭാഗത്തിൽ കയറി അവിടെ പരീക്ഷാ ഷീറ്റിൽ ടാബ്ലറ്റ് ഷീറ്റിൽ കൈവച്ചു എന്നാണ് അറിഞ്ഞത്. എന്ത് ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷമാണ്. അടിയന്തരമായി വൈസ് ചാൻസലർ ഗവർണർക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. രജിസ്ട്രാറെ അവിടെ നീക്കം ചെയ്യണം. നീക്കം ചെയ്തതിനു ശേഷം CRPF-നെ സർവകലാശാലയുടെ നിയന്ത്രണം ഏൽപ്പിക്കാൻ വേണ്ട നടപടി കൊടുത്തില്ലെങ്കിൽ ഈ സർവകലാശാല ഏറ്റവും വലിയ നാശത്തിലേക്ക് വന്നു വീഴും. അത് കണ്ടു നിൽക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷി അനുവദിക്കില്ല. ശ്രീ RS, അതുമാത്രമല്ല അവിടെ ഇപ്പോൾ SFI വിദ്യാർത്ഥികളൊക്കെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അതായത് മിനി കാപ്പൻ എത്തുകയാണെങ്കിൽ തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ. എത്രമാത്രം ക്രമസമാധാന തകർച്ചയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഗുണ്ടകൾ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. നമുക്ക് അഖിലിലേക്ക് വീണ്ടും പോകാം. അഖിൽ, നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VC-യുടെ സസ്പെൻഷൻ ഓർഡറിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഡോക്ടർ KS അനിൽകുമാറിനെ അവിടേക്ക് എത്തിക്കുന്നു. അദ്ദേഹം VC-യുടെ നിർദ്ദേശങ്ങൾ പരസ്യമായി ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാറുടെ മുറിയിൽ കയറി ഔദ്യോഗിക റൂം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ പുറത്ത് SFI ഗുണ്ടകൾ തടിച്ചുകൂടുന്നു. ഇത് പകരം ചുമതല നൽകിയിട്ടുള്ള വ്യക്തി അവിടെ എത്തുകയാണെങ്കിൽ തടയുക, അതോടൊപ്പം അതിന്റെ പരിസരത്തെല്ലാം ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എത്ര വലിയ രീതിയിലുള്ള ഒരു ക്രമസമാധാന തകർച്ചയാണ് കേരള സർവകലാശാല സ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? രോഹിണി, ഇപ്പോൾ നമ്മൾ നേരത്തെ RS ശശികുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ സർവകലാശാലയുടെ ഒരു നിയന്ത്രണം പോലീസിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇവിടെ നോക്കുകുത്തികളെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരുന്നു പോയത്. കാരണം SFI പ്രവർത്തകർ എല്ലാ സമരത്തിനു വേണ്ടി സജ്ജമാക്കിയിരുന്ന എല്ലാ കവാടങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും SFI പ്രവർത്തകർ ബോധപൂർവമായി ഇവിടെ തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ SFIയുടെ 2-3 നേതാക്കളൊക്കെ തന്നെ അകത്തേക്ക് പോകുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് SFI നേതൃത്വത്തിനോട് കൂടി തന്നെ ചോദിക്കാൻ സാധിക്കും ഏതു തരത്തിലാണ് അവരുടെ സമരം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം അവസാനിപ്പിച്ചു പോകുന്ന സമയത്തും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് സൂചിപ്പിച്ചത് വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ടോണി, ഇന്നും ഇപ്പോൾ വൈസ് ചാൻസലർ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ് പുതിയ രജിസ്ട്രാർ നിയമിച്ചുകൊണ്ട് മിനി കാപ്പന്. പക്ഷേ നിലവിലത്തെ രജിസ്ട്രാർ വന്ന് ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. SFI ഏത് തരത്തിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
ഇതിൻ്റെ അകത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനോ മറ്റൊരാളെ പുതുതായി നിയമിക്കാനോ യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല. അതിൻ്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിനാണ്. ഇത്തരത്തിലുള്ള സർവകലാശാലയുടെ മുഴുവൻ ചട്ടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ ഇത്തരത്തിലുള്ള നടപടി എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ SFIയുടെ നിലനിർപ്പിച്ചുള്ള ശക്തമായ സമരവുമായി ഇവിടേക്ക് എത്തിച്ചേരുന്ന വൈസ് ചാൻസലറിനെ അങ്ങനെ തന്നെ കാണുവാൻ വേണ്ടി തന്നെയാണ് SFI ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ചാർജ് എടുക്കാൻ അവധിക്ക് ശേഷം ചാർജ് എടുക്കാൻ എത്തുന്ന വൈസ് ചാൻസലർ മോഹൻ കുന്നുമേനെ SFI തടയും. SFI ഇതേവരെ സ്വീകരിച്ച നിലപാട് എന്താണോ അതിൽ നിന്ന് ഒരു തുള്ളി പോലും SFI പുറകോട്ട് പോവില്ല. മുമ്പ് നമ്മൾ തീരുമാനിച്ച പോലെ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ഇവിടെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോഴും സർവകലാശാലയുടെ മുഴുവൻ പ്രവർത്തനത്തെയും താറുമാറാക്കാനാണ് വൈസ് ചാൻസലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൈസ് ചാൻസലറിനെ നമ്മൾ SFI സമരവുമായി മുന്നോട്ട് നേരിടും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രജിസ്ട്രാറുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ 2 രജിസ്ട്രാർമാർ ഒരു സർവകലാശാലയിലുണ്ട്. സർവകലാശാലയുടെ നിയമങ്ങളോ സ്റ്റാറ്റ്യൂട്ടറിയോ ഒന്നും തന്നെ അതിനെ വകവെക്കുന്നുമില്ല. പക്ഷേ ഒരു രജിസ്ട്രാർ സസ്പെൻഷനിലാകുന്നു, മറ്റൊരു രജിസ്ട്രാർ VC നിയമിക്കുന്നു. പക്ഷേ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു യുദ്ധസമാനമായ രീതിയിലേക്ക് പോകുന്നുണ്ടെന്ന് SFIക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് അത്തരത്തിലുള്ളൊരു നിലപാട് നമുക്കില്ല. നമ്മളിതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ള യഥാർത്ഥത്തിൽ VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ പുതിയൊരു രജിസ്ട്രാറെ നിയമിക്കാനോ യഥാർത്ഥത്തിൽ VCക്ക് യാതൊരു തരത്തിലുള്ള അധികാരമില്ല. സിൻഡിക്കേറ്റിന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ അധികാരം. അപ്പോൾ സർവകലാശാലയുടെ ചട്ടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് VC ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ആ VCനെയാണ് നമ്മൾ നേരിടും എന്ന് നമ്മൾ പറയുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ പറയുന്നു. ഇപ്പോൾ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി സൂചിപ്പിച്ചതുപോലെ ഇന്ന് അവധിക്ക് ശേഷം മടങ്ങിയെത്തുന്ന സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലിനെ വീണ്ടും തടയും എന്ന് തന്നെയാണ് SFI നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടറി നന്ദൻ അടക്കമുള്ള SFIയുടെ നേതൃത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും സർവകലാശാല ആസ്ഥാനത്ത് നേർക്കുനേർ നിൽക്കുന്ന SFI അതുപോലെ തന്നെ വൈസ് ചാൻസലർ നേർക്കുനേറുള്ള ഒരു പോരിന് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ സജ്ജമായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം SFIയുടെ സംസ്ഥാന അതുപോലെ തന്നെ ദേശീയ തലത്തിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന പല നേതാക്കളും അവരുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള അവരുടെ നേതാക്കളുമെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർവകലാശാല ആസ്ഥാനത്തേക്ക് ASFന്റെ മാർച്ചും അല്പസമയത്തിനകം എത്തും. ആ മാർച്ചിന് പിന്നാലെ തന്നെ DYFIയുടെ മാർച്ചും ഇവിടേക്ക് എത്തുന്നുണ്ടാകും. അങ്ങനെ മാർച്ച് 2 എണ്ണമാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനുള്ളത്. ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന മാർച്ചിനെ നേരിടാൻ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ഏത് തരത്തിൽ നേരിടും എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ. അങ്ങനെ അവർ കഴിഞ്ഞ തവണത്തെ പോലെ അവർക്ക് ഈ മതില് കയറിച്ചാടാനുള്ള ഒരു കൈത്തങ്ങ് അല്ലെങ്കിൽ ഒരു കൈസഹായം അത് കാക്കിധാരികളിൽ നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത്. രോഹിണി, അഖിൽ, ഈ പ്രശ്നം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ലല്ലോ അധികൃതർക്ക്. ഇപ്പോൾ VCയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിന് ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയേ മതിയാകുകയുള്ളൂ. കാരണം രജിസ്ട്രാറുടെ മുറിക്കുള്ളിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ നേരിടുന്ന ഡോക്ടർ KS അനിൽകുമാർ കയറിയിരിക്കുന്നത്. അതും VCയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ തുടർമേലൊരു നിയമ നടപടി അനിവാര്യമാകുന്നുണ്ട്. ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇനി കടക്കും സർവകലാശാല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരം ഏതെങ്കിലും രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇനി തുടരാൻ പോകുന്ന നടപടികളെക്കുറിച്ചുള്ള ഒരു ധാരണയോ അഖിലിന് ലഭിക്കുന്നുണ്ടോ? അവിടെ നമുക്കിങ്ങനെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ലല്ലോ. രജിസ്ട്രാർക്ക് ഔദ്യോഗിക സമയം മുഴുവൻ അവിടെ ഇരിക്കാൻ ഒരു പക്ഷേ കഴിയണമെന്നില്ല. അതിന് മുൻപൊരു നടപടിയിലേക്ക് ഡോക്ടർ സിസ തോമസ് കടക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, ഇന്ന് വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് അതായത് വൈസ് ചാൻസലർ അവധിക്ക് ശേഷം വീണ്ടും ചുമതല ഏറ്റെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ മോഹൻ കുന്നുമേൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത്. ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സർവകലാശാല കവാടത്തിന് മുമ്പിൽ തന്നെ അദ്ദേഹത്തെ തടയുമെന്നൊരു പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പും SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോണി ഇവിടെ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹം നടത്തിയ ഒരു ഉത്തരവ്
ഉണ്ട്. അതായത് താൽക്കാലികമായി ഉണ്ടായിരുന്ന രജിസ്ട്രാർക്ക് പൂർണ്ണമായ രജിസ്ട്രാറിൻ്റെ ചുമതല അതായത് മിനി കാപ്പന് നൽകി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഉത്തരവും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മിനി കാപ്പൻ ചുമതല ഏറ്റെടുക്കാൻ എത്തുമോ, അതോടൊപ്പം തന്നെ ഇപ്പോൾ അനധികൃതമായി രജിസ്ട്രാറുടെ കസേരയിലിരിക്കുന്ന സസ്പെൻഷൻ നടപടി നേരിടുന്ന രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെതിരെ ഏതെങ്കിലും ഒരു കർശനമായ നടപടി സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി VC കടക്കുമോ എന്നുള്ളതെല്ലാം അത് നിർണായകമായ നീക്കങ്ങളായിരിക്കും. എന്തായാലും ചാൻസലറുടെ ഭാഗത്തു നിന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാകുന്ന നീക്കങ്ങളും അതും നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിൻഡിക്കേറ്റ് ഓവർ റൂളിംഗ് നടത്തി, അതായത് VCക്കും മുകളിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അതിന് അവർ പറയുന്നത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടറിയിൽ ഏറ്റവും കൂടുതൽ അധികാരം അത് സിൻഡിക്കേറ്റിനാണ് എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഓവർ റൂളിംഗ് ശരി അഖിൽ, തുടരുക. ഏറെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ മാസ്കോട്ട് ഹോട്ടലിൽ ഗവർണർ സംസാരിക്കുന്നു. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. Within us, so that we reach somewhere and achieve something. So it is always necessary to pay respects and regards to our gurus. And on this very occasion, an auspicious occasion, we are launching our Kerala state is launching a first of its kind an education throughout the state, that is first aid education in our schools, in our higher secondaries, and probably in our universities too. On this very occasion, we have here on the dais the President of First Aid Council of India, Shri Shabab Alamji, CEO of First Aid Council of India, Dr. Isha Sharma ji, Director General, and who will be particularly looking after Kerala sector, Shri Trivikram Upadhyay, another Director, Shri Venkat Narayan, Shri Mubarak Naubajan, who is State Representative of FCCI, all other dignitaries. If any government representative is here, all those people, my young students and media persons. As I said, the day is very auspicious, and it is, of course, an historic day for all of us. We all have been talking about first aid throughout our life. We have heard about it, but we never knew what it was. What does that first aid means? When I was a child and studying in my school, and at later stage in college too, we used to see what the first aid box. We never knew what was inside. We had never seen, and we were never allowed to touch that box. We were just always curious about that. I remember when I was schooling and we had gone out for some excursion. That time we had to face some incident, and one boy, he had to be given some medicine, but our teacher had no first aid box. And that time we came to know that there is something called first aid that is to be given at that time. When we came back to school next day, there was little bit some problem in the school staff room of the school. There were discussions why the first aid could not be given to that particular boy during yesterday's incident. That day onward, the management of the school took note
And they told that everywhere, in every school and everywhere, wherever you go, you had to carry the first aid box. That was the only thing. But we never knew what was the first aid box. We just could see. We had never touched even that. Things happened, same thing after when we joined the colleges, universities. Nothing could have been done better. But now the things are changing throughout the world, throughout our country. And I am very proud. Such initiative is being taken from our state, that is Kerala. I must congratulate all the people of our Kerala, particularly Directorate of Health Services and Directorate of Education, that they have also incorporated themselves. They have come together to have such a facility, first time in the country, in our state. It is very much necessary that the first aid, what does it mean? The booklet itself will tell us. It is also in English and Malayalam. So we can read, we can understand. We will be able to tell others what does this mean. And this curriculum has to be started from the standards first or probably from 5th onwards till the university level. If we do not have any knowledge of first aid, there is no point in having and teaching the curriculum in our classrooms. We must know what we are teaching in the classrooms, in our schools. Just include that in the curriculum or in the syllabus will not be sufficient. We must be able to tell them what is first aid, why it is given, where, when it should have been given, who is trained for this. That all has to be taught to the students and to the teachers concerned. Just now we have heard the speakers telling us how it is important. What does that mean? I was just asking Mr. Upadhyay and Mr. Shabab also, how do we proceed in the schools? What are your plans? Their plans are very effective, very respectively, they will be going into schools. This particular, all those first aid things will be included in our syllabus, in the curriculum. A teacher will be trained in the school. He will be knowing everything, that is what is first aid, when it is to be given, who is qualified. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ്? ടോയ്ലറ്റ്. പക്ഷെ ഡിറ്റർജന്റ് കൊണ്ട് വസ്ത്രങ്ങളല്ലേ കഴുകുക? അങ്ങനെയല്ല, ടോയ്ലറ്റും വൃത്തിയാക്കാം. എന്നിട്ടും മഞ്ഞപ്പ്. ഇനി പുതിയതുപോലുള്ള വെണ്മ ഉണ്ടാകുമോ? ഹാർപിക് ഉണ്ടല്ലോ, ഇത് ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് 10 മടങ്ങ് മെച്ചപ്പെട്ട വൃത്തി നൽകുന്നു. മഞ്ഞപ്പ് മാറും, ഒപ്പം നല്ല സുഗന്ധവും. പുതിയതുപോലുള്ള ടോയ്ലറ്റിനായി ഹാർപിക് ഉണ്ടല്ലോ. ഇടോ നോക്ക്, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. മഴക്കാലമാണ്, റോഡുകൾ മാറും. സ്വിച്ച് ടു സിയാറ്റ്. മോനെ, ചേഞ്ച് സൂൺ, ഇറ്റ്സ് മോൺസൂൺ. ഷാരൂഖ്, പക്ഷേ എവിടെയാ മഴ? നിങ്ങൾക്ക് വീടുണ്ടല്ലോ അല്ലേ? പൈസയുടെ പെരുമഴ. മന്നത്ത് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ബജറ്റ് ടൈറ്റ് ആണ്. പിന്നെ ഇതെന്തിനാ എടുത്തേ? ഇതുപോലത്തെ ലാഭമുള്ള ഡീൽ ഉണ്ടെങ്കിൽ പൈസ ലാഭിക്കാം. വിലക്കുറവും ചിലവാണ്. ഇതുപോലത്തെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് പകുതിയിൽ കൂടുതലും ഒഴുകിപ്പോകും. സുഗന്ധത്തിന്റെ ചെലവ് വേറെ. അപ്പോൾ പിന്നെ ഹാർപിക് ഉണ്ടല്ലോ, ലാഭത്തിന്റെ ഡീൽ. ഇതിന്റെ കട്ടിയുള്ള ഫോർമുല പ്രതലത്തിൽ 2 മടങ്ങ് കൂടുതൽ പറ്റിപ്പിടിക്കും, മെച്ചപ്പെട്ട വൃത്തി നൽകും, പിന്നെ സുഗന്ധവും. ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ ബെസ്റ്റ് ഡീലിനായി ഹാർപിക് ഉണ്ടല്ലോ. മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരുക്കുന്ന സുവർണാവസരം. JNU കോഴ്സായി ജേർണലിസം കേരളത്തിൽ തന്നെ പഠിക്കാം. കേരളത്തിൽ മറ്റൊരു ജേർണലിസം കോളേജിനുമില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ. മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. By our people, by our health department, by all the people who are working in health organizations. This is not possible only if the government works.
This is possible when all of us join the hands with government. We must do that. People's participation is always necessary. Schools are a participatory activity. If we go there, we teach some teachers there, we have a educational training and this particular first aid training to the students, they will certainly give us better results. We have seen the data which was mentioned here, how much accidents take place in our country, and after that accidents we saw how much the deaths are occurring because of the accidents. What was the reason? Many a times now the police department in many of the countries, many of our states, in the state almost all, they are imparting first aid training. കേരള സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷം, വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. വിനീഷിലേക്ക്. വിനീഷ്, SFI AISF പ്രവർത്തകർ അവിടെ നേരത്തെ തന്നെ തടിച്ചുകൂടിയിരുന്നു. ഇപ്പോൾ ഗേറ്റിന് മുകളിലൂടെ സർവകലാശാലയ്ക്കകത്ത് കടക്കുന്നതിനുള്ള ശ്രമം അവർ നടത്തിക്കഴിഞ്ഞു. വലിയ സംഘർഷ സാഹചര്യമാണോ നിലവിലുള്ളത്? തീർച്ചയായിട്ടും വലിയ സംഘർഷ സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഒപ്പം തന്നെ VC ഇവിടേക്ക് എത്തുകയാണെങ്കിൽ തടയും എന്ന ഒരു നിലപാടാണ് DYFI പ്രവർത്തകർ. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ DYFI പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ്. പൊതുവേ നമുക്ക് കഴിഞ്ഞ അല്പസമയം മുമ്പ് ഈ സർവകലാശാലയ്ക്ക് മുൻ കവാടത്തിന് മുന്നിൽ കൃത്യമായി തന്നെ ASFിൻ്റെ മാർച്ച് വന്നിരുന്നു. ASF പ്രവർത്തകർ പൂർണ്ണമായും തന്നെ ആ ഗേറ്റിന് ആ കവാടത്തിലേക്ക് കടത്തിവിടുന്നതിന് സമാനമായ സാഹചര്യം പോലീസ് ഒരുക്കുന്നത് പോലും നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ASF പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ സർവകലാശാലയ്ക്ക് അകത്തുണ്ടായിരുന്നു. മുന്നിൽ കാണാൻ സാധിച്ചു, കവാടത്തിന് മുന്നിൽ കാണാൻ സാധിച്ചു, പ്രധാന കവാടത്തിന് മുന്നിൽ. അതിനുശേഷം ഇപ്പോൾ നമ്മളുള്ളത് ഈ ചുറ്റും അതിന് മുന്നിലുള്ള കേരള യൂണിവേഴ്സിറ്റി സർവകലാശാലയിലെ ഗേറ്റിന് സമീപത്താണ്. ഈ ഗേറ്റിന് സമീപത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് DYFIയുടെ മാർച്ച് എതിർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ DYFI പ്രതിഷേധം നടത്തുകയാണ്. ഈ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്നാണ് DYFI പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നില്ല. പോലീസ് ബേക്കിലേക്ക് ഇറങ്ങി പ്രത്യേകിച്ച് ജലപീരങ്കി പ്രയോഗം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധം DYFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായിരുന്നാലും VC ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ, മോഹൻ കുന്നുമേൽ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കും. അദ്ദേഹത്തെ സർവകലാശാലയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് DYFI പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഈ ഒരു സമരം ഇന്നു മുതൽ തന്നെ സമരം തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ASF പ്രവർത്തകർ സർവകലാശാല ഗേറ്റിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം, സർവകലാശാല ഗേറ്റിന് മുന്നിൽ എത്തിയതിനു ശേഷം അവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുമ്പോഴും പോലീസ് അതിനോട് ഒരു മൃദു സമീപനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് DYFIയുടെ പ്രതിഷേധമാണ്. DYFI പ്രവർത്തകർ സർവകലാശാലയുടെ ഗേറ്റിന് മുന്നിൽ, അത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വലിയ പ്രതിഷേധം 2 ഘട്ടമായി DYFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യം. DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഹിണി. അതെ വിനീഷ്, കേരള സർവകലാശാല ആസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറുന്ന സാഹചര്യം തന്നെയാണ്. പുറത്ത് DYFI, അകത്ത് AISF. ഈ രീതിയിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. മോഹൻ കുന്നുമ്മേലിനെ കേരള സർവകലാശാലയ്ക്കകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള മുദ്രാവാക്യവുമായാണ് പുറത്ത് DYFIയുടെ സമരം. നിലവിലിപ്പോൾ പോലീസ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ തുടർന്ന് ഒരുപക്ഷെ VC അവിടെ എത്തിച്ചേരുകയാണെങ്കിൽ VCക്ക് സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധമാണോ DYFIക്കാർ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്? അങ്ങേയറ്റം സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണ്.
തീർച്ചയായിട്ടും നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന് ഗേറ്റിന് മുന്നിലാണുള്ളത്. അവിടെ നിന്നാണ് അവരുടെ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധത്തിൽ അല്പസമയം മുമ്പെത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പോലീസ് രാവിലെ തന്നെ ബാരിക്കേഡുകൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധത്തെ തടയാനുള്ള ശ്രമം നടത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മറ്റു പോലീസ് നടപടിക്രമം അനുസരിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ASF പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ പ്രധാന ബിൽഡിങ്ങിലെ കവാടത്തിന് മുന്നിൽ എത്തുന്ന സാഹചര്യം വരെ പോലീസ് ഒരുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ DYFI നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. വലിയ പ്രതിഷേധം, ഒരു കാരണവശാലും വൈസ് ചാൻസലറെ ക്യാമ്പസിനുള്ളിൽ പ്രത്യേകിച്ച് സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ തന്നെയാണ് DYFI പ്രവർത്തകർ ഉള്ളത്. വൈസ് ചാൻസലർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം ഇവിടേക്ക് സർവകലാശാലയിലേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പായി തന്നെ DYFIയുടെയും ASFന്റെയും പ്രതിഷേധം സർവകലാശാല ഗേറ്റിന് മുന്നിലും ഒപ്പം തന്നെ സർവകലാശാല കവാടത്തിന് മുന്നിലും നടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. രോഹിണി. വിനീഷ്, അതോടൊപ്പം വിനീഷിന് സർവകലാശാലയ്ക്കകത്തുള്ള ഒരു സാഹചര്യം കൂടി വിശദീകരിക്കാൻ കഴിയുമോ? അവിടെ നേരത്തെ SFIയും AISFും തടിച്ചുകൂടിയിരുന്നു. AISFന്റെ പ്രതിഷേധം നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിനുള്ളിലെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ ASF പ്രവർത്തകർ ആദ്യം മുതൽ തന്നെ യൂണിവേഴ്സിറ്റി സർവകലാശാലയ്ക്കുള്ളിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം രജിസ്ട്രാർ എത്തുന്ന സമയത്ത് അനധികൃതമായി രജിസ്ട്രാർ അവിടെ ആ ഓഫീസിലേക്ക് എത്തുന്ന സമയം മുതൽ ഡോക്ടർ അനിൽകുമാർ അവിടേക്ക് എത്തുന്ന സമയം മുതൽ തന്നെ SFI പ്രവർത്തകരും ASF പ്രവർത്തകരും സർവകലാശാലയ്ക്കുള്ളിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ സർവകലാശാലയിലേക്ക് കയറാനായിട്ട് അനുമതി നൽകിയതും പോലീസ് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് അവിടെ ഈ സർവകലാശാല കവാടത്തിന് മുന്നിൽ വരെ എത്തി സമരം നടത്താനുള്ള അല്ലെങ്കിൽ പ്രതിഷേധം നടത്താനുള്ള ഒരു നിലപാട് പോലീസ് ഒരുക്കി എന്നതാണ് എടുത്തു പറയേണ്ട സാഹചര്യം. അതിനുശേഷമാണ് DYFIയുടെ പ്രതിഷേധം നമ്മളിപ്പോൾ കാണുന്നത്. ഈ സർവകലാശാല ചുറ്റുമതിലുള്ള ഗേറ്റിന് മുന്നിലായിട്ട് ഇവിടെ പ്രതിഷേധം അരങ്ങേറുന്നത്. ആ ഗേറ്റിന് മുന്നിലായി രാവിലെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പ്രതിഷേധം തടയുന്നു എന്ന ഒരു പ്രതീതി വരുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം DYFIയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ സമരം എത്തിയ സമയത്ത് തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തി എന്നതാണ് എടുത്തു പറയേണ്ട സാധനം. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സർവകലാശാലയ്ക്കുള്ളിൽ ഇപ്പോഴും ASFന്റെയും SFIയുടെയും പ്രവർത്തകർ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവകലാശാലയ്ക്കുള്ളിലേക്ക് ഇനി വൈസ് ചാൻസലർ എത്തുന്ന സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മുൻ ഗേറ്റിന്റെ ഭാഗത്താണ്. ഈ മുൻ ഗേറ്റിന്റെ ഭാഗത്താണ് DYFIയുടെ പ്രതിഷേധം. DYFI പ്രവർത്തകർ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. എനിക്ക് പുറകിലായി കാണുന്നതാണ് സർവകലാശാലയുടെ ഗേറ്റ്. ആ ഗേറ്റിന്റെ മുന്നിലാണ് രാവിലെ മുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിഷേധത്തെ തടയുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചത്. പക്ഷേ അതേസമയം തന്നെയാണ് ASF പ്രവർത്തകരും SFI പ്രവർത്തകരും സർവകലാശാലയ്ക്ക് ഉള്ളിൽ ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ASF പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും ഇപ്പോഴും സർവകലാശാലയ്ക്കുള്ളിലുണ്ട്. വൈസ് ചാൻസലർ ഇനി സർവകലാശാലയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം പല സ്ഥലത്തായി സർവകലാശാലയ്ക്കുള്ളിലെ പല സ്ഥലത്തായി ASFന്റെയും SFIയുടെ ഒക്കെ തന്നെ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരെ നീക്കാനായി പോലീസ് യാതൊരു വിധമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ വൈസ് ചാൻസലർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഗവർണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായി വൈസ് ചാൻസലർ ആ സ്ഥലത്തുണ്ട്. അതിനുശേഷം വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ അല്പസമയത്തിനകം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് സർവകലാശാലയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിന് കളമൊരുക്കാനായി പോലീസും കൂട്ടുനിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാരണം ഇത്തരത്തിൽ ഇന്ന് വൈസ് ചാൻസലർ
ക്യാമ്പസിലേക്ക് എത്തുമെന്ന് പോലീസിനും നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ SFIയുടെയും പ്രതിഷേധക്കാരെയും അകത്തേക്ക് കയറ്റാതിരിക്കാനുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി എടുക്കാമായിരുന്നു. പക്ഷേ പോലീസ് അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല എന്നതാണ്. അതെ വിനീഷ്, നമുക്കറിയാം മാസ്കറ്റ് ഹോട്ടലിലാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി. കേരള സർവകലാശാലയിൽ നിന്നും വളരെ അടുത്താണ്, 1 കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ. അവിടെ പരിപാടി സമാപിച്ചു കഴിഞ്ഞു, ഗവർണർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. VC കേരള സർവകലാശാലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സുരക്ഷ ഒരുക്കേണ്ടതും ക്രമസമാധാനം പാലിക്കേണ്ടതും പോലീസിന്റെ കടമയാണ്. ഈ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടുന്ന ഒരു ആർജവം പോലീസ് കാട്ടും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കരുതാൻ സാധിക്കില്ല. കാരണം ASFന്റെ പ്രകടനം അല്ലെങ്കിൽ ASFന്റെ പ്രതിഷേധം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. കാരണം കവാടത്തിനുള്ളിൽ, പ്രത്യേകിച്ച് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ വരെ എത്താനായി ASF പ്രവർത്തകർക്ക് പോലീസ് സാഹചര്യം ഒരുക്കി. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. കാരണം നേരത്തെ തന്നെ വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തും, ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇവിടേക്ക് എത്തും എന്ന് സംബന്ധിച്ചുള്ള സർവകലാശാല വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തുമെന്ന് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പോലീസിന്റെ പക്കലുണ്ട്. എന്നിട്ട് പോലും പ്രതിഷേധത്തിനായി എത്തുന്ന ASF പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും ക്യാമ്പസ് അല്ലെങ്കിൽ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടത്തിവിടാതിരിക്കാനുള്ള നടപടിക്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്താൻ സാധിക്കും. പക്ഷേ അതിനുള്ള ഒരു മുന്നൊരുക്കം പോലീസ് നടത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ASF പ്രവർത്തകർക്ക് സർവകലാശാലയ്ക്കുള്ളിലെത്തി അവിടെ പ്രധാന കവാടത്തിന് മുന്നിലെത്തി അവിടെ പ്രതിഷേധം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പറയേണ്ടത് ASFന്റെയും SFIയുടെയും പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാലയ്ക്കുള്ളിലൊഴുക്കുണ്ട്. അല്പസമയത്തിനകം തന്നെ വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് നേരത്തെ മാധ്യമങ്ങളോട് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. ഗവർണറുടെ പരിപാടിക്ക് ശേഷം അല്പസമയത്തിനകം വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തും. ഈ വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാകുക എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. രോഹിണി, അത് മാത്രമല്ല വിനീഷ്, വലിയ രീതിയിൽ തന്നെ പുറത്ത് DYFI പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അകത്ത് അതുപോലെ SFI ASF പ്രവർത്തകർ. VCക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ്. പക്ഷേ ഇവിടെ പോലീസ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ടാകാം നോക്കുകുത്തിയാകുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഈ സംഘർഷത്തെ ലഘൂകരിക്കാനോ പരിഹരിക്കാനോ സമവായത്തിൽ എത്തിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ അക്രമ സംഭവങ്ങളെല്ലാം സർവകലാശാലയിൽ അരങ്ങേറിയപ്പോൾ SFIക്കാർ അതിനകത്ത് അഴിഞ്ഞാട്ടം തന്നെ നടത്തിയപ്പോൾ MV ഗോവിന്ദൻ അവിടേക്ക് എത്തിച്ചേരുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പക്വതയുള്ള ഒരു സമീപനം ഉണ്ടാകും എന്ന് നമുക്ക് ഈ അവസരത്തിൽ കരുതാൻ കഴിയുകയില്ല. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇനിയിപ്പോൾ അല്പസമയം മാത്രമേ ഉള്ളൂ. പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ VC അവിടേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ തുടർ നടപടി എങ്ങനെയാകും എന്നാണ് കരുതേണ്ടത് വിനീഷ്. തീർച്ചയായിട്ടും VC എത്തിച്ചേരുമ്പോൾ എന്തായിരുന്നാലും പോലീസിന് നിയമപരമായി സംരക്ഷണം ഒരുക്കിയേ സാധിക്കുകയുള്ളൂ. മറ്റു സുരക്ഷാ പ്രശ്നങ്ങൾ അതിനെയൊക്കെ മാറ്റി നിർത്തി VCക്ക് ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചേ പറ്റുകയുള്ളൂ എന്ന നിലപാടാണുള്ളത്. പക്ഷേ DYFI പ്രവർത്തകർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ VC എത്തുന്നത് പ്രതീക്ഷിച്ച് അവരുടെ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് DYFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പോലും DYFI പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്ക് രാവിലെ മുതൽ നമ്മൾ കാണാൻ സാധിച്ചതാണ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് സർവകലാശാല ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നേരത്തെ ഉണ്ടായിരുന്ന മുൻ രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ അനിൽകുമാർ ഇപ്പോഴും രജിസ്ട്രാറുടെ റൂമിലെത്തി രജിസ്ട്രാറുടെ കസേരയിൽ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കാരണം അനധികൃതമായി അദ്ദേഹം ആ കസേരയിൽ കയറിയിരിക്കുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഇവിടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഇവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ പോലും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. സുഗമമായി തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തി ആ രജിസ്ട്രാറുടെ കസേരയിൽ അനധികൃതമായി നിൽക്കുന്നു. അതേസമയം തന്നെ ഗവർണർ മറ്റൊരാൾക്ക് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ട് രജിസ്ട്രാറുടെ പൂർണ്ണ ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹവും ആ രജിസ്ട്രാറും ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്താണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിഷേധം ശക്തമാകുമ്പോഴും
ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗേറ്റിന് മുന്നിലായി പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അകത്ത് SFIയുടെയും ASFിൻ്റെയും പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലാക്കാനല്ല, കാരണം കൃത്യമായി തന്നെ നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കാണാൻ സാധിച്ചു. കുറച്ച് ASF പ്രവർത്തകരെ മാത്രമാണ് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇപ്പോഴും പ്രതിഷേധക്കാരായി എത്തിയ ASF പ്രവർത്തകരും SFI പ്രവർത്തകരും അതിനുള്ളിലുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നാലും വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ആ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. രോഹിണി, വിനീഷ്, സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ഗൂഢ ഉദ്ദേശം തന്നെയായിരുന്നു. എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇവർ ഈ പ്രവൃത്തിയിലേക്ക് കടന്നത് എന്നുകൂടി നമുക്ക് രാവിലെ മുതൽ തന്നെ ദൃശ്യമാണ്. കാരണം നിലവിലെ VCയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് സസ്പെൻഷൻ നടപടി നേരിടുന്ന ഡോക്ടർ KS അനിൽകുമാർ അവിടെ എത്തിച്ചേരുന്നു. ഉദ്യോഗസ്ഥരാരും തടയുന്നില്ല. നേരത്തെ തന്നെ VC പറഞ്ഞിരുന്നു അനധികൃതമായി ആരെയും രജിസ്ട്രാറുടെ മുറിയിലേക്ക് കടത്തരുത് എന്നുള്ളത്. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ നോക്കുകുത്തിയാകുന്നു. അദ്ദേഹം അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതേസമയം തന്നെ അവിടെ SFI AISF വിദ്യാർത്ഥികൾ തമ്പടിക്കുന്നു. പുറത്ത് DYFI പ്രവർത്തകരും തമ്പടിക്കുന്നു. കാരണം അവർക്ക് കൃത്യമായി അറിയാം അല്പസമയത്തിനകം തന്നെ മോഹൻ കുന്നുമേൽ അവിടെ എത്തും എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് മുൻ രജിസ്ട്രാർ പക്വത കാണിക്കാതെ അവിടെ എത്തിച്ചേരുന്നു. അതിനുള്ളിൽ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി പുറത്ത് അതുപോലെ തന്നെ DYFI പ്രവർത്തകരും അണിനിരക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായി കലാപകലുഷിതമാക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് തികച്ചും ആസൂത്രണത്തോടെ എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സർവകലാശാലയെ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്, അല്ലെങ്കിൽ CPMനുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് അവരുടെ യുവജന സംഘടനകളെയും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വിഷയം ആരംഭിക്കുന്നത് പോലും ഭാരതാംബയുടെ ദൃശ്യങ്ങൾ ഈ സെനറ്റ് ഹാളിൽ, ഞാൻ നിൽക്കുന്ന സർവകലാശാലയ്ക്ക് ഉള്ളിലുള്ള സെനറ്റ് ഹാളിൽ വെച്ച് ആ ഒരു പരിപാടി നടത്തി. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പോലും. ജനാധിപത്യപരമായി ആർക്കും അവരുടെ പരിപാടിയുടെ ഭാഗമായി ഒരു നിരോധിക്കപ്പെടാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ ചിത്രം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ സംഘാടകർ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് മുതൽ തന്നെയാണ് SFIക്കാർക്കും പ്രത്യേകിച്ച് DYFIക്കാർക്കും CPMൻ്റെ പ്രവർത്തകർക്ക് അടക്കമുള്ളവർക്ക് ഗവർണർക്കെതിരെ പ്രതിഷേധം തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ടായത്. നമുക്കറിയാം, ഗവർണർ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്കെത്തി ചാർജ് എടുത്ത സമയം മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ ഗവർണർക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടികളിലേക്ക് ഗവർണർ കടന്നതോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് ദേശീയ വിരുദ്ധമായ പ്രതിഷേധങ്ങൾ ആണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഗവർണർ പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം തന്നെയാണ് ഈ സർവകലാശാലയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉടലെടുക്കുന്നതും ഗവർണർക്കും വൈസ് ചാൻസലർക്ക് എതിരെയൊക്കെ പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ SFIയും DYFIയും അടക്കമുള്ള സംഘടനകളും തീരുമാനിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ ഇടപെടലോട് കൂടിയ ഒരു സ്പോൺസർഷിപ്പ് സമരം എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. കാരണം അതിൽ പ്രധാന കാരണം നമുക്ക് നേരത്തെ അല്പസമയം മുമ്പ് നമുക്ക് ഈ സർവകലാശാലയ്ക്കുള്ളിലെ പ്രധാന കവാടത്തിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് വൈസ് ചാൻസലർ കൃത്യമായി തന്നെ ഇവിടേക്ക് എത്തുമെന്ന ബോധ്യം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്, സർക്കാർ സംവിധാനത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ആ ഉദ്യോഗസ്ഥർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ വൈസ് ചാൻസലർക്കെതിരെ സമരം നടത്താൻ, അല്ലെങ്കിൽ ഡോക്ടർ മോഹൻ കുന്നുമേലിനെതിരെ സമരം നടത്താനുള്ള ഒരു കളം രാഷ്ട്രീയ പ്രേരിതമായി സർക്കാർ തലത്തിൽ തന്നെ ഒരുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ DYFI പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ജലപീരങ്കി അടക്കമുള്ളവ ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതിനുശേഷം നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം DYFI പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ പ്രതിഷേധം ശക്തമാകാനുള്ള ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിലവിലെ സാഹചര്യത്തിൽ SFI ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ DYFIയുടെയും SFIയുടെയും ASFിൻ്റെയും പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ ഇപ്പോഴുമുണ്ട് എന്നതാണ്
പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകും. വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തിയാൽ ഇവർ പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു സ്പോൺസർഷിപ്പ്, സർക്കാർ സ്പോൺസർഷിപ്പ്, ഉദ്യോഗസ്ഥ സ്പോൺസർഷിപ്പ് സമരം എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ സർവകലാശാലയ്ക്കുള്ളിൽ ഇനി അരങ്ങേറാൻ പോകുന്ന ഓരോ നിമിഷങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, നേരത്തെ തന്നെ വൈസ് ചാൻസലർക്കായി എത്താനുള്ള സുരക്ഷ ഒരുക്കേണ്ട പോലീസ് തന്നെയാണ് ഇവരെ ഇവിടെ ഉള്ളിലേക്ക് ASF പ്രവർത്തകരെ സർവകലാശാല ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചതും ആ കവാടത്തിന്, പ്രധാന സർവകലാശാലയ്ക്ക് മുന്നിലുള്ള കവാടത്തിന് മുന്നിൽ വരെ എത്തി പ്രതിഷേധിക്കാനുള്ള സൗകര്യം ഒരുക്കിയതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങൾ നിർണായകമാണ്. വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തുമ്പോൾ DYFIയും ASFിൻ്റെയും SFI പ്രവർത്തകരും ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ASFിൻ്റെയും SFIയുടെയും DYFIയുടെയും പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാലയ്ക്കുള്ളിലുണ്ട്. ASF ഒരു ഘട്ടത്തിൽ അല്പസമയം മുമ്പ് ഒരു പ്രതിഷേധം ആ കവാടത്തിന് മുന്നിൽ നടത്തി. കുറച്ച് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. മറ്റു നിരവധി ASFിൻ്റെയും DYFI പ്രവർത്തകരും ഇപ്പോഴും സർവകലാശാലയ്ക്കുള്ളിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഹിണി. വിനീഷ്, നമ്മൾക്കറിയാം സർവകലാശാലയെ സംബന്ധിച്ച് പരമാധികാരി എന്ന് പറയുന്നത് അവിടുത്തെ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ നൽകിയ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചാണ് അവിടെ രജിസ്ട്രാർ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റി, അല്ലെങ്കിൽ സസ്പെൻഷനിലായ രജിസ്ട്രാറാണ് ഇടതുപക്ഷത്തിൻ്റെ സംരക്ഷണയിൽ, പോലീസിൻ്റെ സംരക്ഷണയിൽ ആ രജിസ്ട്രാർ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ടേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നു സസ്പെൻഷനിലായ രജിസ്ട്രാർ ആ സർവകലാശാല ആസ്ഥാനത്ത് കടക്കാൻ പാടില്ല, ആ മുറിയിൽ വരാൻ പാടില്ല എന്ന വൈസ് ചാൻസലറുടെ ഉത്തരവുണ്ട്. അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് രജിസ്ട്രാർ ഇന്ന് ഓഫീസിലെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, വിദേശയാത്രയ്ക്ക് വേണ്ടി ഔദ്യോഗികപരമായ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് വേണ്ടി അവധിയിൽ പോയിരുന്ന ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്ന് അദ്ദേഹം വൈസ് ചാൻസലറായി തിരികെ എത്തുന്നു. അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ DYFIയും SFIയും സംഘടിക്കുന്നു. പോലീസെല്ലാം നോക്കി നിൽക്കുന്നു. നേരത്തെ വിനീഷ് പറഞ്ഞ പോലെ തന്നെ സർക്കാർ സ്പോൺസേഡ് പ്രതിഷേധ സമരമാണ് സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. സർവകലാശാലയുടെ ഭരണത്തെ പോലും താറുമാറാക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ കേരള സർവകലാശാല നമുക്കറിയാം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു സർവകലാശാലയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനത്തെ പോലും ഇടതുപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. കാരണം അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതുതന്നെയല്ലേ പ്രധാനപ്പെട്ട കാരണം വിനീഷ്? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധത്തിലൊക്കെ സർക്കാർ സ്പോൺസർഷിപ്പ് പോലെ കാര്യങ്ങൾ മുറയ്ക്ക് മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കുന്നതും. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും DYFI പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. കുറച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുമുണ്ട്. എന്തായിരുന്നാലും ഇനി ഡോക്ടർ മോഹൻ കുന്നുമേൽ വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. പ്രതിഷേധങ്ങൾ അയവ് വന്നു എന്നതാണ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ DYFI പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ സർവകലാശാലയ്ക്കുള്ളിൽ SFIയുടെയും ASFിൻ്റെയും DYFI പ്രവർത്തകരും ഇപ്പോഴുമുണ്ട്. അവർ ഒരുപക്ഷെ വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തിയാൽ അവർ പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇനിയുള്ള സമയങ്ങളിൽ നോക്കിക്കാണേണ്ടത്. അതുപോലെ തന്നെ വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അനധികൃതമായി ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് നേരത്തെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ എന്ന പദവിയിലിരുന്ന ഡോക്ടർ അനിൽകുമാർ അടക്കമുള്ളവർ ഇപ്പോഴും അനധികൃതമായി ആ സീറ്റിൽ തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയോടുകൂടി തന്നെ വൈസ് ചാൻസലർ ഒരു പുതിയ ഉത്തരവിറക്കി പുതിയ ആളിനെ പുതിയ രജിസ്ട്രാറായി നിയമിക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം കൂടി ഇനി വരും മണിക്കൂറുകളിൽ ഈ രജിസ്ട്രാർ കസേരയിലേക്ക് വരികയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും, ഏത് തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടക്കും എന്നതും കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. നേരത്തെ DYFI പ്രഖ്യാപിച്ചിരുന്നത് ഇത്തരത്തിലാണ്: ഒരു കാരണവശാലും വൈസ് ചാൻസലറെ ക്യാമ്പസിനുള്ളിലേക്ക് സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടായിരുന്നു DYFI നേതാക്കൾ അടക്കം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു താൽക്കാലികമായ ഒരു സമരം നടത്തി DYFI പ്രവർത്തകർ പിരിയുകയാണോ എന്നതും കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു DYFI നേതാക്കൾ ആദ്യം പ്രഖ്യാപിച്ചത്. ഒരു കാരണവശാലും വൈസ് ചാൻസലറെ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടത്തില്ല എന്ന ഒരു നിലപാട്
പല ഘട്ടങ്ങളിലും ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇനിയുള്ള സമരം ഏത് തരത്തിലാണ്? ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരം നടത്തിയതിന് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുന്നു. പ്രവർത്തകരുടെ നേതാക്കൾ അഭിസംബോധന ചെയ്ത് അല്പസമയം മുമ്പ് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഇനി ഏത് തരത്തിലാകും പ്രതിഷേധം എന്നത് നമുക്ക് നോക്കിക്കാണണം. എന്തായിരുന്നാലും അനധികൃതമായി ഒരു കസേരയിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ എന്ന് പറയുന്ന പദവിയിലെ കസേരയിൽ ഇപ്പോഴും ഡോക്ടർ അനിൽകുമാർ അതിനുള്ളിൽ തുടരുകയാണ്. അദ്ദേഹവും ഇപ്പോൾ ആ കസേര പിടിച്ച് ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇനി VCയും കൂടിയെത്തി ഏത് തരത്തിലുള്ള നിയമപരമായ നടപടികളിലേക്കായിരിക്കും അനിൽകുമാറിനെതിരെ പോവുക എന്നതും കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. രാജ്ഭവൻ്റെ ഒരു കൃത്യമായ ഒരു വീക്ഷണം ഈ വിഷയത്തിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വൈസ് ചാൻസലർ ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അത് അനധികൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സസ്പെൻഷൻ നടപടി നിയമസാധുതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് നമുക്ക് മുൻ രജിസ്ട്രാറായിരുന്ന സസ്പെൻഷനിലായ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം പൂർണ്ണ ചുമതല നൽകി ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് രാവിലത്തോടുകൂടി VC വൈസ് ചാൻസലർ വീണ്ടും കൃത്യമായി തന്നെ നിയമിക്കുമ്പോൾ അതിനെയും ചോദ്യം ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പഴയ സസ്പെൻഷനായി അനധികൃതമായി ഇപ്പോൾ രജിസ്ട്രാറുടെ റൂമിൽ കയറിയ കസേരയിലിരിക്കുന്ന ഡോക്ടർ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, തീർച്ചയായും രജിസ്ട്രാർ ഇത്തരത്തിൽ വൈസ് ചാൻസലറുടെ ഉത്തരവ് ലംഘിച്ച് ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതിന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI DYFI പ്രവർത്തകരും അതിന് അകമ്പടി സേവിക്കുന്ന സാഹചര്യം. സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ശ്രീ ഗോപകുമാർ കൂടി ചേരുന്നു. ശ്രീ ഗോപകുമാർ, സർവകലാശാലയിൽ നടക്കുന്നത് മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ധാർഷ്ട്യമാണ്. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഓഫീസിലെത്തിയിരിക്കുന്നു. രജിസ്ട്രാറിന് ചുമതല നൽകിയ ഉദ്യോഗസ്ഥനെ അങ്ങോട്ടേക്ക് കയറ്റാതിരിക്കാൻ SFIയും DYFIയും അവിടെ പ്രതിരോധം തീർക്കുന്നു. എന്തിന് വൈസ് ചാൻസലറെ പോലും സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിപ്പിക്കില്ല എന്നുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവിടെ സമരം സംഘടിപ്പിക്കുന്നു. പോലീസ് എല്ലാത്തിനും നോക്കുകുത്തിയായിരിക്കുന്നു. സർക്കാർ സ്പോൺസേഡ് സമരം സർവകലാശാലയിൽ നടക്കുന്നു. കേരള സർവകലാശാല വളരെ നാണംകെട്ട അവസ്ഥയിലേക്ക് പോകുകയല്ലേ ശ്രീ ഗോപകുമാർ? അതെ, ഈ കേരള സർവകലാശാലയിൽ ഇപ്പോൾ സമരം നടത്തുന്ന അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനയും SFIയും അതുപോലെ തന്നെ DYFIയും ഒക്കെ ഈ അടുത്ത സമയത്ത് അവർ ഭരണഘടനയുടെ ഒരു പകർപ്പും കൈവച്ചുകൊണ്ടാണ് ഈ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ സമരത്തിന്റെ ഭാഗമായിട്ടും പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും അതായത് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഭരണഘടനയുടെ പകർപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിലെ ഭരണഘടനാ മൂല്യങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ ഈ ഭരണഘടന കക്ഷത്ത് വെച്ചുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അക്രമ സമരങ്ങൾക്ക് യാതൊരു സങ്കോചവും കൂടാതെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേരള സർവകലാശാലയിലെ ചട്ടങ്ങൾക്കും അതുപോലെ തന്നെ ആക്ടിനും വിരുദ്ധമായിട്ടാണ് ഈ സമരം മുഴുവൻ. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അക്രമത്തിന്റെ പാതയിലൂടെ അല്ലെങ്കിൽ കയ്യാങ്കളിയിലൂടെ അദ്ദേഹത്തെ ആ കസേരയിൽ കൊണ്ടിരുത്തി എത്ര കാലം ഇരുത്താൻ പറ്റും? നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ക്രമസമാധാന വാഴ്ച നിലനിൽക്കുന്ന ഒരു നാടാണ്. അപ്പോ ഈ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ തരത്തിലൊരു അക്രമ വാസന കൂടി അക്രമ പാതയിൽ കൂടി ഒരു സർവകലാശാലയെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഭൂഷണമല്ല. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്ന സമരം അത് CPM ആസൂത്രണം ചെയ്ത ഒരു സമരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25-ാം തീയതി സർവകലാശാലയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നു. കേരളത്തിന്റെ ഗവർണറെ അപമാനിച്ചു. അതിനെതിരെ ചട്ടപ്രകാരമാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് നിയമത്തിന്റെ മാർഗം സ്വീകരിക്കാം. അപ്പൊ നിയമത്തിന്റെ പാത സ്വീകരിക്കാതെ അക്രമത്തിന്റെയും കയ്യൂക്കിന്റെയും പാത സ്വീകരിക്കാൻ രജിസ്ട്രാർ നേതൃത്വം കൊടുക്കുന്നു, CPM നേതൃത്വം കൊടുക്കുന്നു, SFI നേതൃത്വം കൊടുക്കുന്നു. ഈ സമരം CPM ആസൂത്രണം ചെയ്ത ഒരു സമരമാണെന്ന് വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മുൻകാലങ്ങളിൽ SFIയോ DYFIയോ ഒക്കെ സമരം നടത്താറുണ്ട്. സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ സമരം ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സമരം SFI ആലോചിച്ച് ആവിഷ്കരിച്ച സമരമല്ല. കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സമരം ചെയ്യുന്ന SFI വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വന്നവരെ സമരത്തിലേക്ക് തള്ളിവിടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആവേശം പകരുകയാണ്. ഇതിനു മുൻപ് ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത ഒരു സമര രീതിയാണത്. അപ്പൊ അത് ഒരു സന്ദേശമാണ് പകരുന്നത്. ഈ സമരം CPM ആഹ്വാനം ചെയ്ത് SFIയെ കൊണ്ട് നടപ്പാക്കുന്ന സമരം.
സമരത്തിലുള്ളത്. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇടത് ഭരണം ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ കൊണ്ട് മുഴുവൻ ജനവിഭാഗവും സർക്കാരിനെ വെറുക്കുന്നു. പ്രത്യേകിച്ച് സമീപകാലത്ത് ആരോഗ്യ മേഖലയുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കേരളം മുഴുവൻ സർക്കാരിനോടുള്ള അതൃപ്തിയും അതുപോലെ തന്നെ വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തടിയുരുക എന്നുള്ളത് സർക്കാരിന്റെയും മുന്നണിയുടെയും ലക്ഷ്യമാണ്. അതിന് SFIയെയും DYFIയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയെ കലാപഭൂമിയാക്കുകയാണ്. രണ്ടാമത് നമുക്കറിയാം, ഈ സർവകലാശാലയിൽ ഇപ്പോ കേരള സർക്കാർ ഒരു നിയമം പാസ്സാക്കി ബഹുമാനപ്പെട്ട ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനമാണത്. ആ ബില്ല് ബഹുമാനപ്പെട്ട ഗവർണറുടെ പരിഗണനയിലിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിലവിൽ കേരളത്തിലെ പ്രവർത്തിക്കുന്ന സർവകലാശാലകള് മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇവിടെ സ്വകാര്യ സർവകലാശാലകളുടെ സാധ്യത മങ്ങും. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം, അത് സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ വരണമെങ്കിൽ നിലവിലുള്ള, പ്രത്യേകിച്ച് കേരള സർവകലാശാല ഇപ്പോൾ AA+, NAAC അക്രഡിറ്റേഷനിൽ AA+ കിട്ടിയ സർവകലാശാലയാണ്. അപ്പൊ തലസ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്ന ആ സർവകലാശാല അതിന്റെ പ്രഭ മങ്ങുക, അതിന്റെ വെളിച്ചം ഇല്ലാതാക്കുക, ആ സർവകലാശാലയെ തകർക്കുക എന്നുള്ളത് സ്വകാര്യ ലോബിയുടെ ലക്ഷ്യമാണ്. അപ്പൊ സ്വകാര്യ ലോബിക്ക് വേണ്ടി സർവകലാശാലയെ തകർക്കുക എന്നുള്ളതാണ് CPMന്റെയും അതുവഴി SFIയിലൂടെ ഇപ്പൊ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു, കേരള സർവകലാശാലയുടെ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ പാളിപ്പോയി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സർവകലാശാല അവരുടെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ വിലപിടിപ്പിട്ടുള്ള വിലയേറിയ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ സംവിധാനത്തിലേക്ക് SFI വിദ്യാർത്ഥികളെ, അക്രമികളെ കൈപിടിച്ചുയർത്തുന്ന പോലീസിന്റെ കാഴ്ച. അപ്പോ ആ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുമായിട്ടും ബന്ധപ്പെട്ട രേഖകളുമായിട്ടുള്ള സുരക്ഷ എന്തിലാണ് വിശ്വസിക്കുക? ആ സുരക്ഷാ സംവിധാനം പാടെ പാളിപ്പോയി. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സർവകലാശാലയ്ക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു. സർവകലാശാലയുടെ സുരക്ഷാ സംവിധാനം പാളിപ്പോയി. അപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഓർത്ത് സർവകലാശാലകളുടെ സുരക്ഷിതത്വം കേന്ദ്രസേനയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. അതെ, എന്തായാലും നിയമ ലംഘനങ്ങളാണ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ കർശനമായ നടപടി ഉണ്ടാകുക തന്നെ വേണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതേപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണല്ലോ അങ്ങ്, ഈ ചാൻസലർ കൂടിയായ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് കരുതുന്നുണ്ടോ? സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ